class students. Teacher എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സോഷ്യലിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചു തുടങ്ങിയത്. ചാപ്റ്റർ 11 ലൈഫ് ഇൻ ദി കോസ്റ്റൽ റീജിയൻസ് ആൻഡ് ഐലൻഡ്സ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം ആദ്യം എന്തായിരുന്നു? കോസ്റ്റൽ പ്ലെയിൻസ്, തീരസമുദ്രങ്ങൾ നമ്മുടെ കടന്നു പോകുന്ന നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമ്മൾ കുറച്ച് പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു എന്നറിയാമോ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് പുതുച്ചേരി. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ദ്വീപ് സമൂഹങ്ങൾ അല്ലെ, ഐലൻഡ്സ് അല്ലെ. ഏതൊക്കെയായിരുന്നു? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡും അതുപോലെ ലക്ഷദ്വീപ് ഐലൻഡും. അതിനകത്ത് ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര അത് രണ്ടെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. രണ്ടെണ്ണം പഠിച്ചുള്ളൂ അല്ലെ. ഗുജറാത്ത് മഹാരാഷ്ട്ര രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഓർമ്മയെ പറഞ്ഞതൊക്കെ ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞത് ഗാന്ധിനഗർ ആണ്. അതിന്റെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ദ ഫേമസ് അമൂൽ ഡയറി പ്രോഡക്ട്സ് അല്ലെ കംസ് ഫ്രം എവിടെയാണ്? ആനന്ദ് ഇൻ ഗുജറാത്ത്. ആനന്ദ് എന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് നിന്നുമാണ് അമൂൽ പ്രോഡക്ട്സ് ഒരുപാട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയലി റിച്ച് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. വ്യാവസായികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് പറഞ്ഞു അല്ലെ. പെട്രോളിയം, അതുപോലെ തന്നെ ഡയമണ്ട് കട്ടിംഗ്, ദെൻ ടെക്സ്റ്റൈൽസ്, ഫെർട്ടിലൈസേഴ്സ്, സോൾട്ട് തുടങ്ങിയ പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി സബർമതി ആശ്രമം അല്ലെ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ അഹമ്മദാബാദ് ആണ് അവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ്? ഏഷ്യാറ്റിക് ലയൺസ് എവിടെയാണ്? ഗിർ നാഷണൽ പാർക്കിൽ കാണുന്നുണ്ട്. അത് ഈ ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന് പഠിച്ചു. പിന്നെ ഗുജറാത്തി ആണ് അവിടുത്തെ മെയിൻ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പഠിച്ചു. പിന്നെ റാസ് ഗർബ ഈസ് എ പോപ്പുലർ ഫോക്ക് ഡാൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു അല്ലെ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നാടോടി നൃത്തമാണ് റാസ് ഗർബ എന്ന് പറയുന്നത്. ഇത്രയാണ് ഗുജറാത്തിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യം. പിന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 9 അല്ലെ പഠിച്ചതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മുംബൈ ആണ് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞത് ബോംബെ ഹൈയുടെ കാര്യം പറഞ്ഞു അല്ലെ. അതായത് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് പെട്രോളിയം ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ദ സീ ബെഡ് അല്ലെ. അതായത് അവിടെ അടുത്തുള്ള കടൽ തീരത്തിൽ നിന്നും ഒരുപാട് രീതിയിൽ പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് ബോംബെ ഹൈ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. അൽഫോൺസോ മാംഗോ, പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെ. നാഗ്പൂരില് ഓറഞ്ചും വളരെയധികം ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പുതിയ നമ്മുടെ സ്റ്റേറ്റ് ഗോവ. എന്താണ്? ഗോവ. പേജ് നമ്പർ 332 കേട്ടോ. കണ്ടല്ലോ എല്ലാവരും? നോക്കി. ഗോവ ലൈസ് ടുവേർഡ്സ് ദ സൗത്ത് ഓഫ് മഹാരാഷ്ട്ര അല്ലെ. മഹാരാഷ്ട്രയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് ഗോവ സ്ഥിതി ചെയ്യുന്നത്. ഗോവ ലൈസ് ടുവേർഡ്സ് ദ സൗത്ത് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് ഗോവ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഓഫ് ബീച്ചസ്. ഇവിടെ ഇതെന്താണ്? ബീച്ചുകൾ അല്ലെ, കടൽ തീരങ്ങൾക്ക് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് എന്ത്? ഗോവ എന്ന് പറയുന്നത്. പനാജി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗോവ. ഗോവയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് പനാജിയാണ്. ഇത് അണ്ടർലൈൻ ചെയ്യുക. പനാജി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗോവ. ഗോവയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് പനാജിയാണ്. മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ആർ ഫാമേഴ്സ് ആൻഡ് ഫിഷർമാൻ അല്ലെ. ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ കൃഷി അല്ലെ. ഫാമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിഷർമാൻ, മീൻ പിടിക്കൽ അല്ലെ. മീൻ പിടുത്തവും അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ്. The main crops grown here are paddy, coconut, cashew nut and mango. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാഡി, റൈസ്, കോക്കനട്ട്, തേങ്ങ അല്ലെ, തെങ്ങ് കൃഷി, പിന്നെ കാഷ്യൂ നട്ട് അല്ലെ, ദെൻ അത് കഴിഞ്ഞിട്ട് മാംഗോ, മാമ്പഴം. ഇതൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ക്രോപ്സ് അല്ലെ, വിളകൾ, കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഗോവ ഈസ് റിച്ച് ഇൻ അയൺ ഓർ അല്ലെ. അതായത് ഇരുമ്പയിര്. അയൺ ഓർ എന്ന് പറഞ്ഞാൽ ഇരുമ്പയിര്, ഇരുമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത് എന്താണ്? ഈ അയൺ ഓറിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഇരുമ്പയിര് ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഈ ഗോവ എന്ന് പറയുന്നത്. മൈനിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് അല്ലെ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക
അതാണ് മൈനിങ്, കുഴിച്ചെടുക്കുക അല്ലെ. അതാണ് മൈനിങ് എന്ന് പറയുന്നത്. ആ മൈനിങ് ഖനനമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വ്യാവസായിക മേഖല എന്ന് പറയുന്നത്. The St. Saviour's Church, the Mahalakshmi Temple and the Fort Aguada are the worth-seeing places for the tourists. അല്ലെ, ഈ അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഈ ഗോവ എന്ന് പറയുന്നത് വളരെ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് നല്ല സ്ഥലങ്ങളുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അവിടുത്തെ എന്താണ് ഈ പറയുന്ന, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ഫേമസ് ആയിട്ട് കുറെ ബീച്ച്, കടൽ തീരങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് സെന്റ് സേവിയേഴ്സ് ചർച്ച് അല്ലെ, പള്ളി. അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ, സെന്റ് സേവിയേഴ്സ് ചർച്ച്, ദ മഹാലക്ഷ്മി ടെമ്പിൾ അല്ലെ, അമ്പലം മഹാലക്ഷ്മി ടെമ്പിൾ, ആൻഡ് ദ ഫോർട്ട് അഗ്വാഡ are the worth seeing places for the tourists. വിനോദസഞ്ചാരികൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന സെന്റ് സേവിയേഴ്സ് ചർച്ചും മഹാലക്ഷ്മി ടെമ്പിളും ഫോർട്ട് അഗ്വാഡ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്താണ് ആ ടൂറിസം പ്ലേസസ് ആണ്, ആളുകൾക്ക് വിനോദസഞ്ചാരികൾക്ക് വന്ന് കണ്ട് ഒരു കാണാൻ നല്ല സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ഉള്ളതാണ്. ക്രിസ്മസ് ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ ഓഫ് ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ, ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ, ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് ഗോവ സ്റ്റേറ്റ് ആണ്. അപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് ഗോവ ലൈൻസ് ടുവേർഡ്സ് സൗത്ത് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് ഗോവ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഓഫ് ബീച്ചസ്. കടൽ തീരങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോവ. പനാജി ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗോവ. ഗോവയിലെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് പനാജിയാണ്. മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ആർ ഫാമേഴ്സ് ആൻഡ് ഫിഷർമാൻ. ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെങ്കിൽ തൊഴിലെന്ന് പറയുന്നത് കൃഷി, കർഷകരും അതുപോലെ മീൻപിടുത്തം ഒക്കെയാണ്. Then the main crops grown here are paddy, coconut, cashew nut and mango. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി വിളകൾ, കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നെല്ല്, അതുപോലെ തെങ്ങ്, അതുപോലെ കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ മാംഗോ, മാമ്പഴം തുടങ്ങിയവയൊക്കെയാണ്. ഗോവ ഈസ് റിച്ച് ഇൻ അയൺ ഓർ അല്ലെ, ഇരുമ്പയിരിന് ഒരുപാട് ഇരുമ്പയിര് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. ഇരുമ്പയിര് ഒരുപാട് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. മൈനിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ്. ആ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക ഒരു മേഖല എന്ന് പറയുന്നത് മൈനിങ് അല്ലെ, ഖനനം ആണ്. ദ സെന്റ് സേവിയേഴ്സ് ചർച്ച്, ദ മഹാലക്ഷ്മി ടെമ്പിൾ ആൻഡ് ദ ഫോർട്ട് അഗ്വാഡ ആർ ദ വർത്ത് സീയിങ് പ്ലേസസ് ഫോർ ദ ടൂറിസ്റ്റ്. വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ ഉള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സെന്റ് സേവിയേഴ്സ് ചർച്ച്, പള്ളി, അതുപോലെ മഹാലക്ഷ്മി ടെമ്പിൾ, ദെൻ ഫോർട്ട് അഗ്വാഡ തുടങ്ങിയവ. ക്രിസ്മസ് ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ, ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് കർണാടകയാണ്. കർണാടക നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളത് പഠിക്കാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർണാടകയുടെ കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റി എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക ഈസ് എന്തായിരുന്നു? ബംഗളൂരു അല്ലെ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗാർഡൻ സിറ്റി അല്ലെ, പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, നമ്മൾ പിന്നെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, അവിടെ പ്രധാനപ്പെട്ട നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചു. ദ അതർ ഫേമസ് സിറ്റീസ് ഓഫ് കർണാടക ആർ മൈസൂർ, ബിജാപൂർ ആൻഡ് മംഗളൂരു അല്ലെ. ക്വസ്റ്റ്യൻസ് പഠിച്ചതായിരുന്നു. പിന്നെ അവിടെ പറഞ്ഞു എന്താണ്, കോളാർ മൈൻസ് അല്ലെ, ഗോൾഡ് അല്ലെ. കോളാർ മൈൻസ് എന്താണ്? ഗോൾഡ്, സ്വർണം ഖനനം ചെയ്തിരിക്കുന്ന ഒരു ഒന്നാണ് എന്തൊക്കെ പറഞ്ഞു, കോളാർ മൈൻസ് എന്ന് പറഞ്ഞത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കന്നഡയായിരുന്നു അല്ലെ. കന്നഡയായിരുന്നു കർണാടകയിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഓർമ്മയുണ്ട് കർണാടകയിൽ പഠിച്ചത്? പിന്നെ ഇതും ഇവിടെ തന്നെ ഇത് തന്നെയാണ് പറയുന്നതല്ലോ. അപ്പം അത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല കർണാടക. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതുകൊണ്ട് അത് ജസ്റ്റ് അങ്ങനെ വിട്ടേ. അടുത്തത് പഠിക്കുന്നത് കേരളയാണ് അല്ലെ. നമ്മളുടെ സ്വന്തം, നമ്മളുടെ നാടല്ലേ അല്ലെ, നമ്മളുടെ കേരളം. നോക്കിയേ, കേരള ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ദ മലബാർ കോസ്റ്റ്. മലബാർ തീരത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്.
കേരള ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ദ മലബാർ കോസ്റ്റ്. മലബാർ തീരത്തിന്റെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം, earlier known as Trivandrum, is the capital city of Kerala. കേരളയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അല്ലെ. ഇപ്പം നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ട്രിവാൻഡ്രം എന്നാണ് അല്ലെ. തിരുവനന്തപുരത്തിന് പറയപ്പെടുന്ന പേരാണ് ട്രിവാൻഡ്രം അല്ലെ. അപ്പൊ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആണ് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരം. ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള ഈസ് ട്രിവാൻഡ്രം ഓർ തിരുവനന്തപുരം. Then the major crops grown here are paddy, coconut, rubber, cocoa, coffee and spices. അല്ലെ, നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നെല്ല് അല്ലെ, പാഡി, ദെൻ കോക്കനട്ട് തേങ്ങ, പിന്നെ റബ്ബർ അല്ലെ, റബ്ബർ കൃഷി റബ്ബർ, ദെൻ കൊക്കോ അല്ലെ, കൊക്കോ പൗഡർ ഇല്ലേ, കൊക്കോ അത് കാപ്പി പോലുള്ള കൊക്കോ, ദെൻ കോഫി കോഫി എന്ന് പറഞ്ഞിട്ടില്ലേ കാപ്പി കൃഷി, ആൻഡ് സ്പൈസസ് മീൻസ് സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലെ. നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഇതുപോലത്തുള്ള ഒരുപാട് കോഫി, അതുപോലെ സ്പൈസസ്, ടീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ്പോർട്ട് ഒക്കെ ചെയ്യും, കയറ്റുമതിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും കേരളത്തിന് അല്ലെ. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മേജർ ക്രോപ്സ് എന്ന് പറയുന്നത്. A large number of people depend upon coconut to earn their livelihood അല്ലെ. ഒരുപാട് ആളുകൾ എന്താണ് ഈ തെങ്ങ് കൃഷിയും അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും അതിൽ നിന്ന് കിട്ടുന്ന പല എന്താണ് അതിൽ നിന്ന് പല രീതിയിലുള്ള ഉപയോഗങ്ങൾ അല്ലെ ഉണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ. എവറി പാർട്ട് ഓഫ് ദ കോക്കനട്ട് ട്രീ ഈസ് യൂസ്ഡ്. ഒരു തെങ്ങിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഉപയോഗത്തിന് ഉപയോഗിക്കും അല്ലെ. ഇപ്പം തെങ്ങിന്റെ തടി ഉപയോഗിക്കും, ഓല നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും, തേങ്ങ ഉപയോഗിക്കും അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന ചകിരി, തൊണ്ട് അല്ലെ, അങ്ങനെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൊപ്ര ആൻഡ് കോക്കനട്ട് ഓയിൽ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇറ്റ് അല്ലെ. തെങ്ങിലെ തേങ്ങ അല്ലെ, തേങ്ങ ഉണക്കി കൊപ്രയാക്കും. ആ കൊപ്ര ആട്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ വെളിച്ചെണ്ണ അല്ലെ, നമ്മുടെ ആഹാരം ഒക്കെ എല്ലാ കാര്യവും കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരുവിധം എല്ലാ ഓയിൽ ഉപയോഗിക്കും അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ്, കോക്കനട്ട് ഓയിൽ ആണ് അല്ലെ ഉപയോഗിക്കുന്നത്. The coir obtained from the husk is used to make mat and carpet അല്ലെ. അതുപോലെ തൊണ്ടിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ തേങ്ങ പൊതിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് തേങ്ങ എടുക്കുക, തൊണ്ടുണ്ടല്ലോ. അപ്പൊ ആ തൊണ്ടിൽ നിന്നും ലഭിക്കുന്ന ചകിരി ഉണ്ടല്ലോ, ചകിരി അറിഞ്ഞൂടെ, ചകിരി. അപ്പൊ ആ ചകിരി ഉപയോഗിച്ചിട്ട് എന്താണ് ഒരുപാട് പായയും അതുപോലെ ഷീറ്റ് മാറ്റ്, നമ്മള് തറയിട്ട് ചവിട്ടുന്ന നമ്മുടെ കയറ്റുവ ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ കയറ്റുവ, കാർപ്പറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന തൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. A large number of people are engaged in the coir industry അല്ലെ. ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ coir industry മീൻസ് കയർ വ്യവസായം അല്ലെ. കയർ ഉണ്ടാക്കത്തില്ലേ തെങ്ങിലെ, തേങ്ങയുടെ തൊണ്ട് അതിനകത്ത് ചകിരിയും ഉപയോഗിച്ച് നമ്മൾ കയർ അറിഞ്ഞൂടെ, കയർ. അങ്ങനെയുള്ള coir industry, കയർ വ്യവസായികം, കയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ വരുമാന മാർഗം തന്നെയാണ് നമ്മുടെ കേരളത്തില് അത്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം കേരളം എന്ന് പറയുന്നത്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അണ്ടർലൈൻ ചെയ്യുക പോയിന്റ്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ് എന്ത്, നമ്മളുടെ കേരളം. മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് സ്പീക്ക് മലയാളം. നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മദർ ടങ് ലാംഗ്വേജ് എന്താണ്, നമ്മുടെ സ്വന്തം മലയാളം അല്ലെ. അപ്പോ കേരളത്തിലുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളമാണ്. Then the men wear lungi called mund and shirt അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എന്താണ് പുരുഷന്മാരെ ഉപയോഗിക്കുന്നത് മുണ്ട് അല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ മുണ്ടും ഷർട്ടുമാണ്. The women wear mund and blouse അല്ലെ. ബ്ലൗസും സാരിയും ഒക്കെ തന്നെയാണ് നമ്മുടെ അമ്മമാരെ കൊടുക്കുന്നില്ലേ. കഥകളി ആൻഡ് മോഹിനിയാട്ടം ആർ ദ മെയിൻ ക്ലാസിക്കൽ ഡാൻസസ് അല്ലെ. നമ്മുടെ ഇവിടുത്തെ ക്ലാസിക്കൽ ഡാൻസസ് അല്ലെ, ക്ലാസിക്കൽ ഡാൻസസ് ഏതൊക്കെയാണ്, മോഹിനിയാട്ടവും കഥകളിയുമാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുക. കഥകളി ആൻഡ് മോഹിനിയാട്ടം ആർ ദ മെയിൻ ക്ലാസിക്കൽ ഡാൻസസ്. ഓണം ഇസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. നമ്മുടെ കേരളത്തിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, ഒരു വലിയ ആഘോഷം നമ്മുടെ എന്താണ്, ഓണമാണ് അല്ലെ. എല്ലാ മലയാളികളുടെ ആഘോഷം എന്ത് തന്നെയാണ്, ഓണമാണ്.
സ്നേക്ക് ബോട്ട് റേസസ് ആർ ഹെൽഡ് ഡ്യൂറിങ് ഓണം അല്ലെ. നമ്മുടെ ഓണ സമയമാകുമ്പം എന്താണ് വള്ളംകളി പോലുള്ളവയൊക്കെ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ, വള്ളംകളിയൊക്കെ ഇല്ലേ. അപ്പൊ അതാണ് സ്നേക്ക് ബോട്ട് റേസസ് ആർ ഹെൽഡ് ഡ്യൂറിങ് ഓണം. ഓണം ആകുമ്പോൾ ഈ വള്ളംകളി മത്സരം അല്ലെ, ഫസ്റ്റ് കിട്ടുന്ന വള്ളത്തിനും അവിടുത്തെ ആളുകളുള്ള ആളുകൾക്കൊക്കെ നല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നല്ലേ. These races are the great tourist attraction. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. അവരെന്താണ് ഈ ഒരു സീസൺ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് വള്ളംകളി കാണാനും ഒക്കെ ആയിട്ട് കൂടാറുണ്ട്. The Kovalam beach is a famous beach. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ച് കടൽത്തീരമാണ് കോവളം എന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരത്താണ് കോവളം ബീച്ച്. കോവളം ബീച്ചാണ് നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് എന്ന് പറയുന്നത്. The backwaters of Kerala, the wildlife sanctuary at Periyar and temples are other tourist attractions. അല്ലെ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അല്ലെ നമ്മുടെ കേരളത്തില്. ഇവിടെ കേരളത്തിൽ ഇടുക്കി, വയനാട് തുടങ്ങിയ നമ്മുടെ കൊല്ലം അങ്ങനെ പല സ്ഥലങ്ങളിലും എന്തുണ്ട്, നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഒരുപാട് ദേശീയ ഉദ്യാനങ്ങൾ അല്ലെ, വന്യജീവി സങ്കേതങ്ങൾ ഒക്കെ എന്തുണ്ട് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് അതാണ് പെരിയാർ പറഞ്ഞത്, സാങ്ച്വറി പെരിയാർ അല്ലെ. പെരിയാർ എന്താണ് വന്യജീവി സങ്കേതമാണ്. ഒരുപാട് ജീവികളുടെ നമുക്ക് അവിടെ പോയി ഒരുപാട് ജീവികളെ കാണാം. നല്ല എന്താണ് നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളിലൂടെ പോയി ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ കാണാം. അപ്പൊ അതൊക്കെ നമ്മുടെ കേരളത്തിലെ ടൂറിസമാണ്, അതായത് വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേരളയാണ്. കേരള ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ദ മലബാർ കോസ്റ്റ് അല്ലെ. മലബാർ തീരത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം earlier known as Trivandrum is the capital city of Kerala. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആണ്. The major crops grown here are paddy, coconut, rubber, cocoa, coffee and spices. അല്ലെ, പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് പാഡി, then coconut, then rubber, then cocoa, coffee and spices. A large number of people depend upon coconut to earn their livelihood. Every part of the coconut tree is used. അല്ലെ, ഒരുവിധം ആളുകൾ എല്ലാം എന്താണ് ഈ പറയുന്ന കോക്കനട്ട്, തെങ്ങും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും അതിൽ നിന്ന് കിട്ടുന്ന തൊണ്ടും ഒക്കെ ഉപയോഗിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളാണ്. കൊപ്ര ആൻഡ് കോക്കനട്ട് ഓയിൽ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ് അല്ലെ. ഈ തെങ്ങിലെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി അത് ആട്ടിയിട്ട് നമ്മൾ ഓയിൽ എണ്ണ ഉണ്ടാക്കിയെടുക്കും. The coir obtained from the husk is used to make mat and carpet. A large number of people are engaged in the coir industries. അല്ലെ, കേരളത്തിലെ ഒരുവിധം ആളുകൾ ഉള്ള ഒരു വ്യാവസായിക മേഖലയാണ് കയർ വ്യവസായം. കയർ ഉണ്ടാക്കുന്നത് ഈ തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എന്താണ് ചകിരി ഉപയോഗിച്ച് പായും അതുപോലെ തന്നെ കാർപ്പറ്റും പില്ലോസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ സാക്ഷരത കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് സ്പീക്ക് മലയാളം. നമ്മുടെ കേരളത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. The men wear lungi called mund and shirt. അല്ലെ, then the women wear mund and blouse. കഥകളി ആൻഡ് മോഹിനിയാട്ടം ആർ ദ മെയിൻ ക്ലാസിക്കൽ ഡാൻസസ്. നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറയുന്നത് കഥകളി അല്ലെങ്കിൽ കഥകളിയും മോഹിനിയാട്ടവുമാണ്. ഓണം ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. Snake boat races are held during Onam. These races are a great tourist attraction. അല്ലെ, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വള്ളംകളിയൊക്കെ നടത്തും. അത് കാണാൻ ഒരുപാട് വിദേശികൾ നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. The Kovalam beach is a famous beach. നമ്മുടെ കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് കോവളം ബീച്ച്. The backwaters of Kerala, the wildlife sanctuary at Periyar and temples are other tourist attractions. അല്ലെ, അതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഒരുപാട് ദേശീയോദ്യാനങ്ങളും ഒരുപാട് വന്യജീവി സങ്കേതങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അതൊക്കെയും നമ്മുടെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അവിടെ റിമെമ്പർ എന്ന് പറഞ്ഞ സൈഡിൽ ഒരു ബോക്സിനകത്ത് നോക്കിക്ക് എന്താ കൊടുക്കുന്നേ, കേരള ഈസ് ഓൾസോ നോൺ ആസ് ദ ഗോഡ്സ് ഓൺ കൺട്രി. അല്ലെ, നമ്മുടെ കേരളത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെ, അതായത് വിദേശികൾ അല്ലെ, ആ വിദേശികള് ആണ് കൂടുതലും അങ്ങനെ പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ കേരളത്തിനെ അറിയപ്പെടുന്നത്. കാരണം ഇത്രയും നല്ല ഒരു പച്ചപ്പും
നല്ല വെള്ളവും നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒന്ന് ആണെന്നാണ് നമ്മുടെ കേരളത്തിലെ മറ്റുള്ളവർ പറയുന്നത്. നമുക്കിങ്ങനെ തോന്നില്ലായിരിക്കും അല്ലേ? അപ്പോ മറ്റുള്ളവർ പറയുന്നത് പ്രത്യേകിച്ചും ഈ ടൂറിസ്റ്റ് ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ കേരളത്തിനെ അറിയപ്പെടുന്നത്. ഓക്കെ അപ്പം നമ്മളിപ്പോ രണ്ടെണ്ണം പഠിച്ചു, ഗോവയും കേരള അല്ലേ. അടുത്തത് ഇനി പറയാൻ പോകുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. എന്താണ് വെസ്റ്റ് ബംഗാൾ? നോക്കിയേ, വെസ്റ്റ് ബംഗാൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെ. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്, വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാൾ അല്ലെ. ഈ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് കിഴക്കൻ തീര സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീര സമതലത്തിലായിട്ടാണ് നമ്മുടെ ഈ പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത അണ്ടർലൈൻ ചെയ്യുക. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ദിസ് റീജിയൻ ഹാസ് വെരി ഫെർട്ടൈൽ സോയിൽ. ഇവിടെ പറയുന്നത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഇറ്റ്സ് വെരി ഫെർട്ടൈൽ സോയിൽ. വളരെയധികം ഫലപുഷ്ടിയുള്ള മണ്ണാണ് ഈ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. The main crops grown here are paddy and jute. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് പാഡി, എന്താണ്, നെല്ലും അതുപോലെ ജൂട്ട് ചണവുമാണ്. There are many jute and textile mills in Kolkata. അല്ലെ, ഇവിടെ ഒരുപാട് എന്താണ് ചണവും അത് നിർമ്മിക്കാനുള്ള ഒരുപാട് ടെക്സ്റ്റൈൽസ് തുണി മില്ലുകളും ഒക്കെ എന്താണ് നമ്മുടെ ഈ കൊൽക്കത്തയിൽ ഒരുപാട് കാണുന്നുണ്ട്. Most people of the state speak Bangla. അല്ലെ, അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബംഗ്ലയാണ്. BANGLA ബംഗ്ല. ബംഗ്ല എങ്ങനെയാ വായിക്കുന്നത്? ബംഗ്ല. ദുർഗാ പൂജ ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത് ദുർഗാ പൂജയാണ്. അവിടെ സൈഡിൽ നിങ്ങൾക്ക് പിക്ചർ ഉണ്ട് കണ്ടോ, ദുർഗാ പൂജ. ദുർഗാ പൂജയാണ്, അതായത് ദുർഗ ദേവിയെ എന്ത് ചെയ്യുന്നു, പൂജിക്കുന്നത് വലിയൊരു ആഘോഷമാണ് അവിടെ കേട്ടോ. അപ്പൊ ദുർഗാ പൂജ ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആഘോഷമാണ് ദുർഗാ പൂജ. പീപ്പിൾ ലവ് ടു ഈറ്റ് ഫിഷ് ആൻഡ് റൈസ്. ഇവിടുത്തെ ആളുകൾ കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഹാരം റൈസ്, ചോറും അതുപോലെ ഫിഷ്, മീനും ഒക്കെ ആണ്. ഓക്കെ, അപ്പോ അത് എളുപ്പമാണ് അല്ലെ, വലിയ കാര്യമൊന്നുമില്ല. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വെസ്റ്റ് ബംഗാൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് കിഴക്കൻ തീര സമതലത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ദിസ് റീജിയൻ ഹാസ് വെരി ഫെർട്ടൈൽ സോയിൽ. ഇവിടെ എന്ന് പറയുന്നത് വളരെ ഫലപുഷ്ടിയുള്ള മണ്ണാണ് കാണപ്പെടുന്നത്. The main crops grown here are paddy and jute. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് പാഡി, നെല്ലും അതുപോലെ ജൂട്ട് ചണവുമാണ്. There are many jute and textile mills in Kolkata. ഇവിടെ ഒരുപാട് ജൂട്ടും അതുപോലെ ടെക്സ്റ്റൈൽ തുണി മില്ലുകളും ഒക്കെ ഒരുപാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. Most people of the state speak Bangla. ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ബംഗ്ലയാണ്. BANGLA. Then Durga Puja is the main festival celebrated in the state. അവിടുത്തെ ആളുകൾ ഒരുപാട് ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവമാണ് ദുർഗാ പൂജ എന്ന് പറയുന്നത്. People love to eat fish and rice. അവിടുത്തെ ആളുകൾ ഒരുപാട് കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ റൈസ്, ചോറും അതുപോലെ ഫിഷ്, മീനും ഒക്കെ ആണ്. ഓക്കെ, മനസ്സിലായോ? മൂന്നെണ്ണം പറഞ്ഞു, ഗോവ, കേരള, വെസ്റ്റ് ബംഗാൾ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഇവിടെ പഠിക്കാം, ഒഡീഷ. ഏതാണ്? ഒഡീഷ. നോക്കിയേ, ഒഡീഷ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ്. കിഴക്കൻ തീരത്തായിട്ടാണ് ഒഡീഷ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കിഴക്കൻ ഈസ്റ്റേൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ ഇവിടെ പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിന്റെ കാര്യം പറഞ്ഞു. വെസ്റ്റ് ബംഗാൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. കിഴക്കൻ തീര സമതലത്തിലാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഒഡീഷ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റേൺ കോസ്റ്റ്. ഒഡീഷ എന്താണ്? കിഴക്കൻ തീരദേശത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൂരി ആൻഡ് ഭുവനേശ്വർ ആർ ടെമ്പിൾ ടൗൺസ് അല്ലെ. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരങ്ങൾ, വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഒരുപാട് സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? പൂരി, PURI ആൻഡ് ഭുവനേശ്വർ അല്ലെ.
പൂരി ആൻഡ് ഭുവനേശ്വർ ആർ ടെമ്പിൾ ടൗൺസ്. അല്ലെ, ക്ഷേത്ര നഗരങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഈ പറഞ്ഞ പൂരി അതുപോലെ ഭുവനേശ്വർ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. പൂരി ആൻഡ് ഭുവനേശ്വർ ആർ ടെമ്പിൾ ടൗൺസ്. അണ്ടർലൈൻ ചെയ്യണേ, ചോദിക്കാം. which towns are known as temple towns? അപ്പൊ ഏതൊക്കെയാണ്? പൂരി ആൻഡ് ഭുവനേശ്വർ. ഓക്കെ. Then Odisha is also famous for its handicraft items. അല്ലെ, കരകൗശല വസ്തുക്കൾക്ക്, കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് വസ്തുക്കൾക്ക് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്, ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒഡീഷ എന്ന് പറയുന്നത്. ഒഡീഷ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. കരകൗശല വസ്തുക്കൾ, കരകൗശല നിർമ്മാണം, അല്ലെ, കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും പ്രതിമകളും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഒഡീഷ എന്ന് പറയുന്നത്. The Chilka Lake with its bird sanctuary is a famous tourist resort. അല്ലെ, അതായത് പക്ഷി സങ്കേതം. നിങ്ങൾക്ക് അവിടെ സൈഡില് പിക്ചർ ഉണ്ട്, കണ്ടോ? പക്ഷി സങ്കേതമാണ്. ഒരുപാട് പക്ഷികൾ, ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ വന്നിരിക്കുന്ന ഒരു തടാകമാണ് ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. അപ്പം പക്ഷി സങ്കേതമുള്ള ഈ ചിൽക്ക തടാകം പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഒരുപാട് ടൂറിസ്റ്റ് വന്ന് കണ്ടുപോയി ഒരുപാട് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ഥലമാണ് ഈ ചിൽക്ക ലേക്ക്, ചിൽക്ക തടാകം. എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേർഡ് സാങ്ച്വറി ആണ്, അല്ലെ, ഒരു പക്ഷി സങ്കേതമാണ്. ഒരുപാട് പക്ഷികളുള്ള ഒരു സാങ്ച്വറിയാണ്, ബേർഡ് സാങ്ച്വറി, പക്ഷി സങ്കേതമാണ് ഈ ചിൽക്ക ലേക്കിലുള്ളത്. ചിൽക്ക തടാകത്തിൽ ഉള്ള ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഒഡീഷയിലാണ് ഉള്ളത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ദ ചിൽക്ക ലേക്ക് വിത്ത് ഇറ്റ്സ് ബേർഡ് സാങ്ച്വറി ഈസ് എ ഫേമസ് ടൂറിസ്റ്റ് റിസോർട്ട്. അല്ലെ, പക്ഷി സങ്കേതമുള്ള ചിൽക്ക തടാകം എന്ന് പറയുന്നത് ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മുടെ ഒഡീഷയിലാണ് ഉള്ളത്. Then Odia or Oriya is the main language spoken here. So please underline the sentence Odia. അത് വായിക്കുന്നത് Odia, O-D-I-A, Odia. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് Oriya, O-R-I-Y-A, Oriya is the main language spoken here. അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന അവരുടെ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ്, അവരുടെ സംസാര ഭാഷ എന്ന് പറയുന്നത് ഒഡിയ, O-D-I-A, ഒഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഒറിയ എന്നും അറിയപ്പെടുന്നു, O-R-I-Y-A, ഒറിയ. ഓക്കെ. Then ഒഡീസി ഈസ് ദ പോപ്പുലർ ഡാൻസ് ഫോം. ഒഡീസി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്? ഡാൻസ് ഫോം. അവിടുത്തെ ഒരു നൃത്തം എന്ന് പറയുന്നതാണ് ഒഡീസിയാണ്. Lots of people turn up to see the രഥയാത്ര ഓഫ് പൂരി. അല്ലെ, പൂരിയിലെ രഥയാത്ര കാണാനായിട്ട് നമ്മളുടെ ഇന്ത്യയിലൊക്കെ തന്നെയുള്ള പല സ്റ്റേറ്റിൽ നിന്നും ഉള്ള ഒരുപാട് ആളുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മുടെ ഒഡീഷയിൽ ചെയ്യുന്നത് എന്താണ്? രഥയാത്ര കാണാനായിട്ട്. നല്ല ടീച്ചർ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് രഥയാത്രയുടെ, കണ്ടോ? ഇപ്പൊ ഈ രഥയാത്ര എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് ആളുകൾ നമ്മുടെ എന്താണ് ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് സ്ഥലം, ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് ഈ രഥയാത്ര കാണാറ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഒഡീഷയാണ്. ഒഡീഷ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ്. അല്ലെ, കിഴക്കൻ തീരത്തായിട്ടാണ് ഒഡീഷ സ്ഥിതി ചെയ്യുന്നത്. പൂരി ആൻഡ് ഭുവനേശ്വർ ആർ ടെമ്പിൾ ടൗൺസ്. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരങ്ങൾ എന്ന് പറയുന്നത് പൂരി അല്ലെങ്കിൽ ഭുവനേശ്വർ ആണ്. ഒഡീഷ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ഒരുപാട് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഒഡീഷ. The Chilka Lake with its bird sanctuary is a famous tourist resort. അല്ലെ, ചിൽക്ക തടാകം, പക്ഷി സങ്കേതം, പക്ഷികൾ, ഒരുപാട് പക്ഷികൾ വരികയൊക്കെ ചെയ്യുന്ന പക്ഷി സങ്കേതമുള്ള ചിൽക്ക തടാകം എന്ന് പറയുന്ന ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒഡിയ ഓർ ഒറിയ ഈസ് ദ മെയിൻ ലാംഗ്വേജ് സ്പോക്കൺ. അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒഡിയ അല്ലെങ്കിൽ അതിനറിയപ്പെടുന്നത് ഒറിയ. ഒഡീസി ഈസ് ദ പോപ്പുലർ ഡാൻസ് ഫോം. അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തമാണ് എന്റെ ഒഡീസി. ലോട്ട്സ് ഓഫ് പീപ്പിൾ ടേൺ അപ്പ് ടു സീ ദ രഥയാത്ര ഓഫ് പൂരി. പുരിയിലെ രഥയാത്ര കാണാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പല സ്ഥലത്തു നിന്നുമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ. അടുത്തത് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. അപ്പൊ ഈ ആന്ധ്രാപ്രദേശ് നമ്മള് 9ാമത്തെ നമ്മുടെ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആന്ധ്രാപ്രദേശ് ഒക്കെ പഠിച്ചത് നമ്മള് 9ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? 9ാമത്തെ ചാപ്റ്ററിൽ ആന്ധ്രാപ്രദേശിന്റെ കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടായിരിക്കുമല്ലോ.
അപ്പൊ അടുത്തത് ഇനി പറയാനുള്ളത് ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. ആന്ധ്രാപ്രദേശ് എന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 9 പഠിച്ച കാര്യമായിരുന്നു ആന്ധ്രാപ്രദേശ് അല്ലെ. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹൈദരാബാദ് ആണ് അല്ലെ. ഹൈദരാബാദ് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മൾ പഠിച്ചു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്പീക്ക് തെലുങ്കു അല്ലെ. തെലുങ്കു ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ കുച്ചിപ്പുടി ഈസ് ദ ഫേമസ് ഡാൻസ് ഫോം ഓഫ് ആന്ധ്രാപ്രദേശ്. കുച്ചിപ്പുടി ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്തം എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരുപാട് ടൂറിസം പ്ലേസസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ചാർമിനാർ ഉണ്ടായിരുന്നു, അതുപോലെ സലാർ ജംഗ് മ്യൂസിയം ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഹുസൈൻ സാഗർ ലേക്ക് ഉണ്ടായിരുന്നു, വെങ്കടേശ്വര ടെമ്പിൾ ഉണ്ടായിരുന്നു, പിനാഗ്രിമേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇവിടെ ഇനി പറയുന്നത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ അത് പഠിച്ചതാണ്. നോക്കി ഒന്ന് ജസ്റ്റ് വായിക്കാം. We have already read about Andhra Pradesh and its people in the previous chapters. അല്ലെ, ആന്ധ്രാപ്രദേശും അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയും അവിടുത്തെ പ്രധാനപ്പെട്ട ഡാൻസ് പെർഫോമൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. The deltas formed by the rivers Godavari and Krishna near the coast of are fertile areas. നമ്മൾ പഠിച്ചു അവിടുത്തെ മണ്ണിന് വളരെ ഫലപുഷ്ടിയുള്ളതാണ്. കാരണം എന്താണ്? ഈ പറയുന്ന ഗോദാവരി കൃഷ്ണ നദീതടങ്ങൾ കടന്നു പോകുന്നത് ആ വഴിയായതിനാൽ അവിടുത്തെ മണ്ണിന് വളരെ ഫലപുഷ്ടിയുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ വിശാഖപട്ടണം ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീ പോർട്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ തീരമാണ് വിശാഖപട്ടണം. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തുക. വിശാഖപട്ടണം ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീ പോർട്ട് അല്ലെ. ഏതാണ്? വിശാഖപട്ടണം ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീ പോർട്ട്. There is a shipbuilding yard, an iron and steel plant and an oil refinery. അല്ലെ, അവിടെ ഒരുപാട് ഷിപ്പ് ബിൽഡിംഗ് അല്ലെ, കപ്പലുകൾ ഒരുപാട് നിർമ്മിക്കുന്നതാണ്. അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്, അയൺ ഇരുമ്പും അതുപോലെ സ്റ്റീലിന്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. അയൺ എന്താണ് പാത്രങ്ങളൊക്കെ ഇല്ലേ, ഇരുമ്പ് പാത്രങ്ങളും സ്റ്റീലിന്റെ പാത്രങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ആൻഡ് ഓയിൽ റെഫിനറി, അതുപോലെ എണ്ണ ഖനനം ചെയ്തെടുക്കുക അല്ലെ. എണ്ണയിൽ നിന്ന് പെട്രോളിയം, ഡീസൽ അങ്ങനെ പല രീതിയിലുള്ള എണ്ണ മാറ്റുമല്ലോ, തരംതിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പല വ്യവസായങ്ങളും നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലുണ്ട്. അപ്പോ വിശാഖപട്ടണം ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീ പോർട്ട്. അത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. There is a shipbuilding yard, an iron and steel plant and an oil refinery. Okay, ജസ്റ്റ് അത്രേ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വിശാഖപട്ടണത്തിന്റെ കാര്യം അണ്ടർലൈൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മാത്രം പഠിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നു. Name the states covered by the coastal regions. Second question, which occupation are the people of Gujarat involved in? 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ടീച്ചർ തരാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് നിയറസ്റ്റ് ഇൻ ഗോവ. ഗോവയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ടീച്ചർ എന്ത് ചെയ്യാം. ഇപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നെയിം സം സിറ്റീസ് ഓഫ് മഹാരാഷ്ട്ര ഫേമസ് ഫോർ ഫ്രൂട്ട് അല്ലെ. നമ്മൾ മഹാരാഷ്ട്രയുടെ കാര്യം പഠിച്ചപ്പോ അൽഫോൺസോ മാംഗോ അതുപോലെ ഓറഞ്ച് ഇവയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസും ഈ വീഡിയോടൊപ്പം ഉണ്ട്. അത് നിങ്ങൾ നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസസ് ഫുള്ള് കവർ ചെയ്ത് 4 ക്വസ്റ്റ്യൻസും തന്നു. പിന്നെ ബാക്കി നമ്മൾ എക്സസൈസ് ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ പഠിച്ചത് നമ്മൾ ഗോവ, കേരള, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് പഠിച്ചത്. ബാക്കി അതിനകത്തുള്ള കർണാടകയും അതുപോലെ ആന്ധ്രാപ്രദേശും നമ്മൾ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് GK നമ്മുടെ നിങ്ങളുടെ GKയുടെ ഒരു ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. അതായത് ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പഠിക്കാനായിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്തൊക്കെ പഠിച്ചാൽ മതി. എല്ലാം കൂടെ ഒന്നും പഠിക്കേണ്ടത്. അതായത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 364. ഓക്കെ, കണ്ടോ ഡാൻസ് ഫാക്ട്സ് കണ്ടോ. ചില നമ്മുടെ ലോകത്ത് തന്നെയുള്ള ചില പ്രധാനപ്പെട്ട ഒരു 2-3 ഡാൻസും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഡാൻസ് എന്താണ് അത് ടീച്ചർ പ്രധാനമായിട്ട് പറഞ്ഞു തരും.
അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് മാത്രം പരീക്ഷയ്ക്ക് പഠിക്കുക. ചിലപ്പോൾ ഫില്ലപ്പ് ആയിട്ടോ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ GK ചോദിക്കും കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, ദ tarantula, a dance from Italy, was originally performed as a method of curing the bite of the tarantula spider. അല്ലേ, അതായത് ടാരാന്റുല എന്ന് പറയുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്, ഒരു ഡാൻസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് എന്റെ ടാരാന്റുല എന്ന് പറയുന്നത് ഡാൻസ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ഈ ടാരാന്റുല എ ഡാൻസ് ഫ്രം ഇറ്റലി അല്ലെ, ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇറ്റലിയിൽ നിന്നുമാണ് ഉള്ളത്. Was originally performed as a method of curing the bite of the tarantula spider. അല്ലെ, അതായത് ടാരാന്റുല ചിലന്തി, ടാരാന്റുല എന്ന് പറയുന്ന ഒരു സ്പൈഡർ ആണ്, ഒരു ചിലന്തിയാണ് കേട്ടോ. അപ്പൊ ആ ചിലന്തിയുടെ ആരെങ്കിലും ആ ചിലന്തി എന്ത് ചെയ്യും, ആരെങ്കിലും അത് കടിക്കുകയാണെങ്കിൽ വിഷം ഉള്ള ചിലന്തിയാണ്. അപ്പൊ ആ വിഷമൊക്കെ മാറി ഇയാള് പെട്ടെന്ന് സുഖപ്പെടാനായിട്ട് വേണ്ടിയിട്ട് ഇറ്റലിയിലുള്ള ആളുകളുടെ ഒരു വിശ്വാസമാണ് ഈ ടാരാന്റുല ഡാൻസ്. അത് ചെയ്യുമ്പോൾ ആ ചിലന്തിയുടെ വിഷം അങ്ങ് ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അവിടുത്തെ ആളുകളുടെ വിശ്വാസം. അപ്പോൾ ദ ടാരാന്റുല എ ഡാൻസ് ഫ്രം ഇറ്റലി was originally performed as a method of curing the bite of tarantula spider. അപ്പം ടാരാന്റുല ചിലന്തിയുടെ കടി അല്ലെ, ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ അത് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഇറ്റലിയിലുള്ള ഈ ഒരു ടാരാന്റുല എന്ന് പറയുന്ന ഡാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ പഠിക്കേണ്ട കാര്യം ഫസ്റ്റ് സെന്റൻസ് ഉണ്ടോ, ദ ടാരാന്റുല എ ഡാൻസ് ഫ്രം ഇറ്റലി. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ടാരാന്റുല എന്ന് പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള? ഇറ്റലിയിലുള്ള ഇതാണ്. ഇറ്റലിയിലാണ് ആ ഒരു ഡാൻസ് പെർഫോമൻസ്. അപ്പം ചിലപ്പം ചോദിക്കും ഇറ്റലി എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഫോളോയിങ് ചോദിക്കുമ്പോൾ ടാരാന്റുല എന്നൊക്കെ അടയാളപ്പെടുത്തണ്ടേ. അപ്പം അതൊന്ന് അടയാളപ്പെടുത്തുക. ഫസ്റ്റ് സെന്റൻസിൽ ആ പോയിന്റ് മാത്രം, ദ ടാരാന്റുല എ ഡാൻസ് ഫ്രം ഇറ്റലി, അത്രയും മാത്രം അവിടെ പഠിക്കാം. ഓക്കെ, ഒന്നും പഠിക്കണ്ട. അടുത്തത് ദ Maori were the first people to settle in New Zealand. അല്ലെ, ന്യൂസിലൻഡിലെ ആദ്യമായി സ്ഥിരമായി താമസിച്ച ആളുകളാണ് ആര്? മാവോറികൾ എന്ന് പറയുന്നത്. മാവോറി were the first people to settle in New Zealand. ന്യൂസിലൻഡില് ആദ്യമായിട്ട് സ്ഥിരമായിട്ട് താമസമാക്കിയിട്ടുള്ള വ്യക്തികളാണ് ആര്? മാവോറികൾ എന്ന് പറയുന്നത്. സോ അണ്ടർലൈൻ ചെയ്യുക, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. The Maori were the first people to settle in New Zealand. ചിലപ്പോൾ ചോദിക്കും the dash were the first people to settle in New Zealand. അല്ലെ, അപ്പൊ ആൻസർ എന്താണ്? മാവോറി. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് അടയാളപ്പെടുത്തുക. മാവോറി, വായിക്കുന്നത് മാവോറി. The Maori were the first people to settle in New Zealand. They perform a special war dance called Hakka. അല്ലെ, അപ്പൊ ആ ആളുകള് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താണ്, ഒരു യുദ്ധ നൃത്തം അല്ലെ, ഒരു നൃത്തമാണത്. യുദ്ധം പോലത്തെ ഉള്ള ഒരു നൃത്തം, വാർ ഡാൻസ് കണ്ടോ, ഒരു യുദ്ധം പോലത്തെ ഒരു നൃത്തമാണ്. അതിനെ പറയുന്ന പേരാണ് ഹക്ക, HAKA, ഹക്ക. അപ്പൊ ആ സെന്റൻസ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത് അടയാളപ്പെടുത്തുക. എ സ്പെഷ്യൽ വാർ ഡാൻസ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചിലപ്പോൾ ചോദിക്കും. ദ സ്പെഷ്യൽ വാർ ഡാൻസ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ച ആൻസർ എന്താണ്? ഹക്ക, HAKA, ഹക്ക. They perform a special war dance called Hakka. അണ്ടർലൈൻ ചെയ്തോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? അടുത്തത് the New Zealand rugby team has adopted the Hakka and performance it before each match. അല്ലേ, അപ്പോൾ അവിടുത്തെ ഈ റഗ്ബി ഗെയിം അറിഞ്ഞൂടെ? കളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റഗ്ബി ഗെയിം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഈ ന്യൂസിലാൻഡിലുള്ള ആളുകൾ ഈ റഗ്ബി ഗെയിം അങ്ങോട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഈ ഹക്ക എന്ന് പറയുന്ന ഡാൻസ് എന്ത് ചെയ്യും? ഒന്ന് കളിക്കും അല്ലെ, അതൊരു വിശ്വാസം, അവരുടെ വിശ്വാസമാണ്. അപ്പം ഈ ന്യൂസിലൻഡിലെ റഗ്ബി ടീം, റഗ്ബി കളിക്കുന്ന ആ ഒരു മത്സരാർത്ഥികൾ അവരെ കളിക്കുന്നതിന് തൊട്ട് മുന്നേ ഇവരെന്ത് ചെയ്യും? ഈ ഹക്ക എന്ന് പറയുന്നിട്ടുള്ള ഈ ഡാൻസ് ഒന്ന് കളിക്കും. അത് അവരുടെ ഒരു വിശ്വാസം. ഓക്കെ, അതാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് അവിടെ പഠിക്കുക. ഫസ്റ്റ് സെന്റൻസ് the Maori were the first people to settle in New Zealand. ന്യൂസിലൻഡിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ ആളുകളാണ് മാവോറി എന്ന് പറയുന്നത്. MAORI, മാവോറി. Then second sentence, they perform a special war dance. അവരെ ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു യുദ്ധ നൃത്തം കളിക്കും. It is also known as Hakka, HAKA, Hakka. Okay, അടുത്തത് നോക്കിയേ.
The Khon is dance drama from Thailand. തായ്ലൻഡിലുള്ള ഒരു ഡാൻസ് ഡ്രാമ, നൃത്ത നാടകമാണ് എന്തെന്ന് പറയുന്നത്, ഖോൺ എന്ന് പറയുന്നത്. KHON, ഖോൺ. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് അടയാളപ്പെടുത്തുക. ചിലപ്പോൾ ചോദിക്കും ഡാഷ് ഈസ് എ ഡാൻസ് ഡ്രാമ ഫ്രം തായ്ലൻഡ്. തായ്ലൻഡിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു നൃത്ത നാടകം ഏതാണ്? ഖോൺ, KHON. The Khon is dance drama from Thailand. അടയാളപ്പെടുത്തിയോ? അടുത്തത് മാർസൽ മാർവോ is one of the best non-modern mime artists. അതായത് ഏറ്റവും ഇപ്പൊ ലോകം മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ആധുനിക മിമിക്രി ആർട്ടിസ്റ്റ്, കലാകാരൻ. മിമിക്രി തമാശയൊക്കെ പറയുന്ന മിമിക്രി കലാകാരന്മാരില്ലേ, ഒരാളെ മറ്റൊരാളെ അതുപോലെ അനുകരിക്കുകയൊക്കെ ചെയ്യുന്ന മിമിക്രി ആളുകൾ. അപ്പം അത്തരത്തിൽ നമ്മുടെ ലോകം മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആധുനിക മിമിക്രി കലാകാരനാണ് ആരെന്ന് പറയുന്നത്? മാർസൽ മാർവോ എന്ന് പറയുന്നത്. അപ്പോ അതൊന്ന് അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ സെന്റൻസ് അടയാളപ്പെടുത്തുക. മാർസൽ മാർവോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ മോഡേൺ മൈം ആർട്ടിസ്റ്റ്. He comes from France and he is famous for his white face. അദ്ദേഹം വന്നത് എവിടുന്നാണ്? ഫ്രാൻസിൽ നിന്നുമാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഈസ് ഫേമസ് ഫോർ ഹിസ് വൈറ്റ് ഫേസ്. ഭയങ്കര വെളുത്ത ഫേസ്, മുഖമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് മേക്കപ്പിന്റെ ആവശ്യമൊന്നും ചിലപ്പോൾ കാണത്തില്ല, അല്ലെ? ഓൾറെഡി നല്ല വെളുത്ത ഫേസ് ആണ് അദ്ദേഹത്തിന്റെ. ഫ്രാൻസിൽ നിന്നാണ് വന്നത്. അപ്പൊ അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണ്ട. ആദ്യം ടീച്ചർ പറഞ്ഞ ആ രണ്ട് സെന്റൻസ്. ഒന്ന്, The Khon is dance drama from Thailand. തായ്ലൻഡിലെ പ്രധാനപ്പെട്ട നൃത്ത നാടകമാണ് ഖോൺ എന്ന് പറയുന്നത്. Then Marcel Marvo is one of the best non-modern mime artists. അല്ലെ, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആധുനിക മിമിക്രി കലാകാരന്മാരിൽ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ മാർസൽ മാർവോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. An eggplant seed is placed under each eyelid of a Kathakali dancer to turn the eyes red. അല്ലെ, അതായത് കഥകളി ആർട്ടിസ്റ്റ്, കഥകളി നടത്തുന്ന കലാകാരന്മാർ, അല്ലെ, കഥകളി കളിക്കുന്നവര്, അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ചുമന്നിരിക്കുന്ന കണ്ണാണ്. കണ്ണ് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് വെളുത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ. അപ്പൊ അവരുടെ കണ്ണ് നല്ല ചുമന്നിരിക്കും. കഥകളി കളിക്കാനായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കയറുമ്പോൾ നല്ല ചുമന്നിരിക്കും. കാര്യം എന്താണ്? എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. എന്താണ്? വഴുതനങ്ങ, അല്ലെ? വഴുതനങ്ങയുടെ ഈ വഴുതനങ്ങയുടെ എന്ത് ചെയ്യും? ഈ വിത്തുണ്ടല്ലോ, വഴുതനങ്ങയുടെ വിത്ത് എന്ത് ചെയ്യും? ഇവരുടെ ഈ കൺപോളകൾക്ക് താഴെ ഇങ്ങനെ വരും. അപ്പൊ അത് കാരണമാണ് അവരുടെ കണ്ണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചുമന്നിരിക്കുന്നത് കേട്ടോ. വഴുതനങ്ങയുടെ ആ ഒരു വിത്ത് അവരുടെ കൺപോളയുടെ അടിയിലായിട്ടിങ്ങനെ വെക്കുക. അപ്പൊ വെച്ച് കഴിയുന്നതുകൊണ്ടാണ് അവരുടെ കണ്ണ് നല്ല രീതിയിൽ ചുമന്ന് തോന്നാനായിട്ടുള്ള കാരണം. ഓക്കെ, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ടത്. ഓക്കെ, ആദ്യം കിട്ടുന്നുണ്ട് പറയാം. ഡാൻസ് ഫാക്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ദ tarantula, a dance from Italy, was originally performed as a method of curing the bite of the tarantula spider. അല്ലെ, അതായത് ടെറാൻറ്റുല എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഒരു ഡാൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളിൽ ഈ ടെറാൻറ്റുല എന്ന് പറഞ്ഞ ചിലന്തി, സ്പൈഡർ കടിക്കുമ്പോൾ അത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ ഒന്ന് ചെയ്യുന്ന ഒരു നൃത്തമാണ് എന്ത് ടെറാൻറ്റുല എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? The Maori were the first people to settle in New Zealand. ന്യൂസിലൻഡിൽ സ്ഥിരമായി താമസമാക്കിയ ആളുകളാണ് മാവോറികൾ എന്ന് പറയുന്നത്. They perform a special war dance called Hakka. അവിടുത്തെ ആളുകൾ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധ നൃത്തം പോലത്തുള്ള ഒന്നാണ് എന്ത് ഹക്ക എന്ന് പറയുന്നത്. The New Zealand rugby team has adopted the Hakka and performance it before each match. അല്ലെ, അവിടുത്തെ ന്യൂസിലൻഡിലെ ആളുകൾ റഗ്ബി കളിക്കാൻ ഗെയിം കളിക്കുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ ഹക്ക ഡാൻസ് എന്ത് ചെയ്യുമെന്ന് പറയും. പിന്നെ പറഞ്ഞത് ദ കോൺ ഈസ് ഡാൻസ് ഡ്രാമ ഫ്രം തായ്ലൻഡ്. തായ്ലൻഡിലെ ഒരു പ്രധാനപ്പെട്ട നൃത്ത നാടകം, അല്ലെ, ഡാൻസ് ഡ്രാമയാണ് എന്ന് പറയുന്നത് ഖോൺ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? മാർസൽ മാർവോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ മോഡേൺ മൈം ആർട്ടിസ്റ്റ്. അല്ലെ, ഏറ്റവും അറിയപ്പെടുന്ന ആധുനിക
കലാകാരന്മാരിൽ എന്താ മിമിക്രി കലാകാരനാണ് ആരെന്ന് പറയുന്നത് ഈ മാർസൽ മാർവോ എന്ന് പറയുന്നത്. He comes from France and it is famous for his white face. Then an eggplant seed is placed under each eyelid of a Kathakali dancer to turn the eyes red. അല്ലെ, കഥകളി കളിക്കുന്ന വ്യക്തികളുടെ കൺപോളകൾക്ക് താഴെയായിട്ട് എന്ത് ചെയ്യും, ഈ വഴുതനങ്ങയുടെ ഓരോ വിത്ത് അല്ലെ അരി വെക്കും. അപ്പം കണ്ണ് നന്നായിട്ട് ചുമന്ന് അത് തോന്നും. അത് ജസ്റ്റ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്യാൻ പറഞ്ഞ സെന്റൻസസ് മാത്രം പഠിക്കുക കേട്ടോ. ഇത് പഠിക്കുമ്പോൾ സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിക്കണേ, എടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യലും ജികെയുടെ ഒരു ചാപ്റ്റർ ആണ്. ജികെയുടെ ഇപ്പം നമ്മുടെ ഇന്ത്യയുള്ള പരീക്ഷയ്ക്ക് ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. ഇതിന്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ടുള്ള പാഠങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട. ടീച്ചർ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് മാത്രം ജികെക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ ദെൻ അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച സോഷ്യൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് 2 ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക. 5 ടൈംസ് എഴുതി പഠിക്കാം. പിന്നെ ജികെ ഇത് എന്ത് ചെയ്യുക, ഓരോ വാക്കും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഓരോ സെന്റൻസിലുള്ള ഓരോ വാക്ക് എന്ത് ചെയ്യുക, അതും എഴുതി പഠിക്കാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചറിനോട് ചോദിക്കാം. പിന്നെ അതുപോലെ ഇനി ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്, മാത്സ് ആണ്. മാത്സിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചാപ്റ്ററിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ അത് നമ്മൾ ഇനി പഠിക്കാൻ ഇനി ടീച്ചറിന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വേർഡ് പ്രോബ്ലം ആണ് കേട്ടോ, വേർഡ് പ്രോബ്ലം. അപ്പോൾ വേർഡ് പ്രോബ്ലം ടീച്ചർ ഇപ്പോൾ ഇനി പഠിപ്പിക്കുന്ന ഇത് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. അതായത് പേജ് നമ്പർ പറയുന്നതനുസരിച്ച് എടുക്കുക, എടുത്തിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ട് ടെക്സ്റ്റ് നോക്കി ഫസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് ടീച്ചർ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ അവിടെ കാണിക്കും അല്ലെ, കാണിക്കുമ്പോൾ സെന്റൻസ് വരി എഴുതിയാണ് കാണിക്കുന്നത്. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ടീച്ചർ തരുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് അത് ഫോട്ടോ കോപ്പി എടുത്താൽ എഴുതി വെക്കരുത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ടീച്ചർ തരുന്ന സ്റ്റെപ്പ് എന്ത് ചെയ്യുക, നോക്കി അത് എഴുതുക. എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് നോട്ട്ബുക്കിന്റെ സൈഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ടീച്ചർ തന്നെ ആൻസറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലേ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്യാം. ഓക്കെ, പിന്നെ മാത്സ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ. നമുക്ക് ഈ മാത്സ് പഠിക്കാനുള്ളത് പേജ് നമ്പർ 136, പേജ് നമ്പർ 136 ആപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വേർഡ് പ്രോബ്ലം പോലത്തുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ടീച്ചർ ക്വസ്റ്റ്യൻ ഓരോന്ന് വായിച്ച് വിവരിക്കാം. എന്നിട്ട് ഇവിടെ ടീച്ചർ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചതുപോലെ അതിന്റെ സെന്റൻസും അത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ എഴുതുക കേട്ടോ. വരിയല്ല ടീച്ചർ കാണിക്കും. ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ, ദ ആപ്പിൾസ് വെയർ പാക്ഡ് ഇൻ 1233 boxes. Each box contains 233 apples. How many apples were there in all? അല്ലേ, അതായത് ഒരു the apples were packed in 1233 1233 ബോക്സസിലായിട്ട് ആപ്പിൾസ് എന്ത് ചെയ്തു, പാക്ക് ചെയ്തു അല്ലെ, പെട്ടിയിൽ പാക്ക് ചെയ്തു. ഈച്ച് ബോക്സ് കണ്ടെയ്ൻ 233 apples. എല്ലാ ബോക്സിലും ആകെ 1233 ബോക്സ് ആണ് ഉള്ളത്. അതിൽ ഓരോ ബോക്സിലും 233 ആപ്പിളുകൾ വെച്ചാണ് പാക്ക് ചെയ്യുന്നത് അല്ലെ. ഓരോ ബോക്സിൽ 233, അടുത്ത ബോക്സിൽ 233, അടുത്ത ബോക്സിൽ 233, അങ്ങനെ 1233 ബോക്സ് ഉണ്ട്. അതിൽ ഓരോന്നിനും ഈ പറഞ്ഞ 233 ആപ്പിൾ വെച്ച് പാക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ആപ്പിൾസ് വെയർ ദെയർ ഇൻ ഓൾ, എല്ലാ ബോക്സസിലും കൂടെ ചേർത്തിട്ട് ടോട്ടൽ എത്ര, ഹൗ മെനി എത്ര ആപ്പിൾസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ആകെ 2 ഡേറ്റാസ് 1233 ബോക്സസ് എന്നും 233 ആപ്പിൾസ് എന്നുള്ള 2 ഡേറ്റാസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, അവ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ അത് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. Next question, in a notebook there are 312 pages. How many pages do 100
221 നോട്ട്ബുക്സ് contain അല്ലേ. അതായത് ഇൻ എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിൽ 312 പേജുകളാണ് ഉള്ളത്. ഒരു നോട്ട്ബുക്കിനകത്ത് 312 പേജുകളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 121 നോട്ട്ബുക്കുകളിലായിട്ട് എത്ര പേപ്പറുകൾ, എത്ര പേപ്പേഴ്സ് ഉണ്ടാകുന്നതാണ് ചോദ്യം അല്ലേ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്ക്, ആ ഒരു നോട്ട്ബുക്കിൽ 312 പേജസ് ഉണ്ട്. 312. അങ്ങനെയാണെങ്കിൽ 121 ബുക്കുകളിലായിട്ട് ഈ പറഞ്ഞ 312 വെച്ച് എത്ര പേജുകൾ ഉണ്ടാവും ടോട്ടൽ? 121 ബുക്കുകളിലായിട്ട്, നോട്ട്ബുക്കുകളിലായിട്ട് എത്ര പേജുകൾ ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ അതിന്റെ വരിയും അതുപോലെ തന്നെ അതിന്റെ ക്രിയയും കാണിച്ച് തന്നിട്ടുണ്ട്. കണ്ടോ? Third question. The cost of a toy is rupees 332. What is the cost of 222 such toys? അല്ലേ, അതായത് the cost of a toy, ഒരു കളിപ്പാട്ടം, ഒരു ടോയ്, ഒരു കളിപ്പാട്ടത്തിന്റെ വിലയിൽ പറഞ്ഞത് 332 രൂപയാണ് അല്ലേ. ഏതോ ഒരു കളിപ്പാട്ടം, ആ ഒരു കളിപ്പാട്ടത്തിന്റെ വിലയിൽ പറയുന്നത് 332 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 222 such toys അല്ലേ. 222 കളിപ്പാട്ടങ്ങൾക്ക് എത്ര വിലയാവുന്നില്ലേ? ഒരു ടോയ്, ഒരു കളിപ്പാട്ടത്തിന്റെ വില 332 ആണെങ്കിൽ അതുപോലത്തെ 222 കളിപ്പാട്ടം അല്ലെ, 222 കളിപ്പാട്ടങ്ങൾക്ക് ഈ പറയുന്ന പോലെ 332 രൂപ വെച്ച് എത്ര രൂപയാവും? അപ്പൊ എന്താ 222 എന്നുവെച്ചാൽ കളിപ്പാട്ടങ്ങൾ അല്ലെ, ഇത്രയും കളിപ്പാട്ടങ്ങൾ 222 കളിപ്പാട്ടങ്ങളാണ് അല്ല. ഒരു കളിപ്പാട്ടത്തിന്റെ വില 332 തന്നപ്പം 222 332 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക അല്ലേ. ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. Then D question, 3123 bricks are needed to build a wall അല്ലേ. 3123 ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടികകൾ, കല്ലുപോലെ ഇഷ്ടികകൾ ഉണ്ട്. ഒരു മതില് അല്ലെ, ഒരു മതില് പണിയാൻ 3123 ഇഷ്ടികകൾ വേണം, കല്ലുകൾ വേണം. How many bricks are needed to build 231 such walls അല്ലെ. 231 മതിലുകൾ ഇങ്ങനെ നിർമ്മിക്കാൻ എത്ര ഇഷ്ടികകൾ വേണം? ഒരു മതില് മാത്രം പണിയാൻ, ഒരു മതില് പണിയാനായിട്ട് 3123 ഇഷ്ടികകൾ വേണം അല്ലെ. ഒരു മതില് പണിയാൻ, ഒറ്റ മതില് പണിയാൻ 3123 ഇഷ്ടികകൾ വേണം. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിയ മതില് പോലെ എത്ര എണ്ണം വേണം? 231 മതില് കെട്ടണം. 231 മതില് കെട്ടാൻ മൊത്തത്തിൽ എത്ര ഇഷ്ടിക വേണമെന്ന് വെച്ചാൽ ഈ 231 മൊത്തത്തിലുള്ള ആ നമ്മുടെ മതിലിന്റെ 231 എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഒരു മതില് കെട്ടാൻ വേണ്ട ഇഷ്ടികയുടെ എണ്ണം 3123 രണ്ടൂടെ ഗുണിക്കുക. ഓക്കെ, എന്നിട്ടാ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണ്ട. ആ 4 എണ്ണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോ അത്രയും മാത്രം നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് പഠിക്കാനുള്ളൂ. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഡിവിഷൻ ആണ് പഠിക്കാനുള്ളത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത്രയും വേർഡ് പ്രോബ്ലം മാത്രം ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഡിവിഷൻ ചെയ്തു തുടങ്ങാം കേട്ടോ. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ എത്രത്തോളം പഠിപ്പിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നു അത്രത്തോളം നന്നായിട്ട് നിങ്ങൾ മാത്സ് പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ ഇരിക്കുന്ന സമയം ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കിയൊക്കെ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഈ മാത്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക, വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other,
ah.